ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ ചാനൽ. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അൺഗ്രേറ്റ് മീ വിത്ത് മീ ആണ്. അപ്പം ഞാൻ പുറത്തോട്ട് വന്നിട്ട് അപ്പം അന്നേരമല്ല അപ്പം ഇങ്ങനെ എടുക്കുന്ന വേണം. അപ്പം നമുക്ക് അൺഗ്രേറ്റ് മീ വീഡിയോ നമുക്ക് കണ്ടാലോ. ജസ്റ്റ് ഗോ. ഗൈസ്, ഞാൻ ഇപ്പോൾ ഇട്ടിരിക്കുന്നത് ഈ ഒരു പാറ്റേൺ ഉപ്പായമാണ്. ഇതൊക്കെ ഇപ്പോൾ ചൂടൊക്കെ അല്ലേ, അപ്പോൾ അത് കാരണം ഇതെല്ലാവർക്കും അറിയാം. ഞാൻ വീഡിയോയിലൊക്കെ ഇട്ടിട്ടുണ്ട്. അഡിഡാസിൻ്റെ ഒരു കുപ്പായമാണ് കേട്ടോ. അടിപൊളി. ആൻഡ് ഡ്രസ്സ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് കേട്ടോ. അപ്പം എല്ലാവരും ലൈക്ക് സപ്പോർട്ട് ചെയ്യണം. പുതുതായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവർക്ക് പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ആൻഡ് ഇങ്ങനെ നമുക്ക് എളുപ്പപ്പണിയില്ല. ആൻഡ് നമുക്ക് വേഗം ഡ്രസ്സ് നോക്കിയിട്ട് വരാം. ഞാൻ അങ്ങനെ കുപ്പായക്കണം കുപ്പായക്കം പറ്റപ്പോഴും ഒരു ആശ്വാസം. ചൂട് നൊഴിഞ്ഞു വരുന്നു. നല്ല പുറത്ത് നല്ല കട്ട വെയിലാണ്. എനിക്ക് മനസ്സിലാവുന്നു, കട്ട വെയിലാണ്. അപ്പം ഞാൻ പോകുന്നത് എവിടെയല്ല. ആൻഡ് നമുക്ക് നേരെ നല്ല ചൂടാണ് കേട്ടോ ഇവിടെ. എന്താ പറയുക, അങ്ങനത്തെ അപ്പം ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടില്ലേ, കണ്ടോ, ഒരു അടിപൊളി. ഇതാണ് എൻ്റെ അരമള. എൻ്റെ അരമള ഉണ്ട്. എല്ലാവരും ഷെൽസ് ഉണ്ട് കേട്ടോ. ഞാനിവിടെ അടിപൊളി ഒരു ഷെല്ലിൻ്റെ ഒരു സാധനം. അതാ കണ്ടോ, ഈ അങ്ങനെയുണ്ട്. ആൻഡ് ഒരു ഫ്രെയിമുണ്ട്. ഇത് നമുക്ക് ഇഷ്ടപ്പെട്ടതാണ്. ഫസ്റ്റ് ട്രൈ ചെയ്ത് വെക്കുന്നതാണ്. ആൻഡ് വേറെ എന്തൊക്കെയല്ലേ, കുറച്ച് എന്താ പറയുക, സ്കുഷീസ് ഉണ്ട്. ഒരു 10, 11, 12 ഉണ്ടാവും. പഴയ വെലുപ്പാക്കിയപ്പം ചെയ്ത് അങ്ങനെ. പിന്നെ എനിക്ക് ഒരു അരമളയും കൂടെ ഉണ്ട്. അതാണിത്. എനിക്ക് 2 അരമളയാണ്. അപ്പം രണ്ടരമള ഉണ്ട്. അപ്പം എനിക്ക് 2 അരമള ഇപ്പം നിൽക്കാനില്ല. അപ്പം ഈ ഒരു പൊളിച്ചിനൊക്കെ ഞാൻ പേപ്പർ മുറിച്ചിട്ടാവും അങ്ങനത്തൊക്കെ വെക്കാറ്. അപ്പം ഞാൻ ഇവിടെ കുറച്ച് പേപ്പേഴ്സ് മുറിച്ചിട്ടതുണ്ടായിരുന്നു. അപ്പം ഞാൻ എന്താ വെച്ചാൽ എന്തായാലും ഇവിടെ വേസ്റ്റായിട്ട് കിടക്കണ്ട, ഇതിനോട്ട് ഇട്ടാക്കാമെന്ന് വിചാരിച്ചു ഇങ്ങനോട്ട് ഇട്ടാക്കും. പിന്നെ ഇത് കണ്ട അത്രയ്ക്ക് എനിക്ക് എപ്പോഴും ഇതാവും. എൻ്റെ ഇതെൻ്റെ ബോക്സ് ഉണ്ട്. കാൽക്കുലേറ്റർ ആവില്ല. നമുക്കൊരു ബുക്ക് ഉണ്ട് കേട്ടോ. ബുക്ക് ഞാൻ ഫസ്റ്റ് വാങ്ങിയ ബുക്കാണ്. അതിനകത്ത് ഞാൻ എന്തോ ഉദ്ദേശിച്ചിട്ട് വാങ്ങിയത്. ഇങ്ങനെയുള്ളത് കണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. കുറച്ച് പിക്ചേഴ്സൊക്കെ വരച്ചിട്ടുള്ള ഒരു വെച്ചിട്ടുണ്ട്. കുറച്ച് പിക്ചേഴ്സൊക്കെ വരച്ച് ഒരു കുട്ടി ബോൾ പിടിച്ച് നിൽക്കണമെന്നാണ്. ആൻഡ് ഇതെന്താണ്, ഇതെനിക്ക് പ്രാന്തായിട്ട് സഹറാന്ന് എഴുതിയൊരു പിക്ചേഴ്സാണ് കാണിച്ചത്. കണ്ടോ, ഒരു കല്ലിൻ്റെ മുകളിൽ സഹറാന്ന് എഴുതിയത്. പിന്നെ ഈ ഒരു ഗേളിനെ വരച്ചിട്ടുണ്ട്. അതുകൊണ്ട് കേട്ടോ ഇഷ്ടപ്പെട്ട വരച്ചതാണ്. പിന്നെ കുറച്ച് മ്യൂസിക്കൊക്കെ ഉണ്ടാകും. പിന്നെ എൻ്റെ ഫാമിലി ഫുൾ നെയിംസ് ആണ് അതിൻ്റെ മറ്റൊരു വീട്ടിൽ കാണിക്കുന്നതാണ്. പിന്നെ ജിൽ സോങ്, അങ്ങനെ 2-3 സോങ്സൊക്കെ ഉണ്ട് ഇതിനകത്ത്. ഓക്കെ, അല്ല ഇത് അറിയുന്നില്ല. ഇതൊരു 13 ഒരു കുറച്ച് സോങ്സ് ഉണ്ട്. അത് 4-5 അതൊക്കെ സോങ്സ്. പിന്നെ ഇതെന്താ,
ഇതാണ് ഫ്രണ്ട് നെയിമാണ്. അല്ല എൻ്റെ നെയിമും ഉണ്ട്. അല്ല എൻ്റെ നെയിമും ഉണ്ട് ഇതിൽ. പിന്നെ ഈ ഒരു പിക്ചേഴ്സ് ഇതൊക്കെ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് വരച്ചതാണ്. പിന്നെ ഇത് സഹറാണ്. പിന്നെ ഈ ഒരു പൂ വരച്ചിട്ടുണ്ട്. ഒന്ന് നല്ല ചെരിഞ്ഞ് നോക്കുന്ന പൂ. പിന്നെ ഈ ഒരു പിക്ചേഴ്സ് വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ തിരിഞ്ഞിട്ടില്ല കേട്ടോ, ഇത്തരായി തിരിഞ്ഞിട്ടില്ല എനിക്ക്. പിന്നെ ഈ ഒരു പിക്ചർ ഇഷ്ടപ്പെടേണ്ട വശമാണ്. പിന്നെ ഇത് പണ്ട് ഫാഷനായിട്ട് നടന്നതാണ്. ഇതെന്തെന്നറിയാം, എൻ്റെ ഫാമിലിയല്ല. ഫസ്റ്റ് എൻ്റെ പേരുണ്ട്, പിന്നെ എൻ്റെ അബ്ബാപ്പാൻ്റെ പേരുണ്ട്, പിന്നെ ഉമ്മാൻ്റെ പേരുണ്ട്, പിന്നെ ഉപ്പാൻ്റെ ഉമ്മാൻ്റെ പേരുണ്ട്. പിന്നെ ഇത് കുറച്ച് എൻ്റെ ഫാമിലീസിന് നമുക്ക് ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം പറഞ്ഞു പോയതാണ്. ഉണ്ടാവും ഹാരിസ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് ഹാരിസും പെട്ടാളില്ല കേട്ടോ. ഇങ്ങനെ എൻ്റെ ഫാമിലി നെയിംസും പിന്നെ ഇവിടെ കണക്കോട്ടൊക്കെ ഡിസൈൻ ഞാൻ ഒന്ന് നിൽക്കട്ടെ. ഇനി ഇവിടെ ഒരു പിക്ചേഴ്സ് ഉണ്ട് കേട്ടോ. നമുക്കിപ്പം ഈ ഒരു പിക്ചറിലൂടെ കാണിച്ചു. ഇത് വരക്കാൻ അറിയില്ല കേട്ടോ. പിന്നെ പണ്ടൊക്കെ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് വരക്കട്ടെ. ഇപ്പോൾ നമുക്ക് വരക്കാൻ അറിയില്ല ഗൈസ്. ഉണ്ടാവും. പിന്നെ ഈ ഒരു പിക്ചർ ഇത് കാണിച്ചല്ലോ, അത് കണ്ടോ എനിക്ക് അറിഞ്ഞോണ്ട. ഈ ഒരു പിക്ചർ പിന്നെ ഈ ഒരു ബ്ലോക്ക് കുറച്ച് പിക്ചേഴ്സ് ഇഷ്ടപ്പെട്ട പിക്ചർ. പിന്നെന്താ പറയുക, എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു ബർത്ത്ഡേക്ക് ഞാൻ വെറുതെ എങ്കിലും എഴുതിയൊരു സ്റ്റോറിയാണ് കേട്ടോ. ഉണ്ടാവും. പിന്നെ ഒരു വീഡിയോ വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ ഫുൾ നെയിം 1913 സഹറ മലിക്കിൻ്റെ ദൈലിനിയറുട അങ്ങനെ എന്തോ എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ എന്തോ കളി കളിച്ചപ്പം അങ്ങനെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഇതെന്താണെന്ന് വെച്ചാൽ ഇത് ഭ്രാന്തായിട്ട് കളിച്ച ഗെയിമാണ്. അപ്പോൾ അതുണ്ട് ഇതിൻ്റെ. പിന്നൊരു എക്സോസ് കളിച്ചിട്ടുണ്ട്. അല്ല എക്സോ കളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ക്യൂട്ട് ഐസ്ക്രീമും വരച്ചിട്ടുണ്ട്. നല്ല ശരി ഞാൻ വരച്ചു. പിന്നെ ഇത് വരച്ചിട്ട് നമുക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. എന്തോ ഒരു കളർ. പിന്നെ ഈ ഒരു ഗിഫ്റ്റ് ബോക്സ് പോലത്തെ വരച്ചിട്ടുണ്ട്. പിന്നെ ഇത് വരച്ചിട്ടുണ്ട് കേട്ടോ. കാണാൻ പറ്റുന്നില്ല. പിന്നെ ഇതമ്മ എല്ലാവരെയും കൂടിയിട്ട് കൈ വെച്ചതാണ്. പിന്നെ ഇത് ഫുഡ് ഇങ്ങനെ ആണില്ല, അപ്പം അതിൻ്റെ ആണ് ഇത്. പിന്നെ ഉള്ളത് പിന്നൊന്നുമില്ല കഴിഞ്ഞിട്ട്. പിന്നീട് കൈയോട് സ്മൈലൊക്കെ വരച്ചിട്ടുണ്ട്. ഇത് കാര്യമായിട്ട് വന്നിട്ടൊന്നുമില്ല. ഹലോ മൈ സോഹ ആൻഡ് യു ബട്ട് സോഹ യെസ്. എനിക്ക് ഭ്രാന്തായിട്ട് എഴുതിയതാണ് കേട്ടോ ചെറുപ്പത്തിലൊക്കെ. 23 ആയിട്ടില്ല, മുമ്പ് വെച്ചിട്ടുണ്ടല്ലോ. ഞാൻ 4ാം ക്ലാസ്സിൽ വാങ്ങിയതാണ്. ഇപ്പം ഞാൻ എത്രയിലാന്ന് ചോദിച്ചാൽ 6ലേക്ക് പറയാം 6ലേക്ക് തന്നെ കേട്ടോ. 6ലേക്കാണ്. ഇതാണ് ടൂർ പോകുമ്പോൾ ടൂറിന് പോയാലും വന്നത്. അപ്പം നമുക്ക് നമുക്ക് പുറത്തിരുന്ന് കഥ പറയാം. നല്ല വെയിലുണ്ട് കേട്ടോ പുറത്തൊക്കെ. എന്താ അറിയില്ല, നല്ല വെയിൽ, നല്ല വെയിലുണ്ട്. വേണ്ട ക്രിസ്മസ് ചെടി ഉണ്ട്, ക്രിസ്മസ് ചെടി ഉണ്ട് കേട്ടോ. ഇതാണ് പോരാ. ഇവിടെ എനിക്ക് മരം ഉണ്ട് കേട്ടോ.
സ്കൂട്ടി അങ്ങനെ കുറേ ഉണ്ട്. ഓക്കെ, ഇതൊക്കെ എന്താ പറയുക, എന്താ പറയട്ടെ അല്ലേ, അതൊക്കെ കഴിക്കണം. ബട്ട് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾ ആര് കമൻറ്റ് ചെയ്യണം, ഞാൻ എത്ര വീഡിയോ ടീംസ് ഞാൻ വീഡിയോ ഇടാത്തത് എനിക്ക് ആര് കമൻറ്റ് കിട്ടാറ്റും അങ്ങനൊക്കെ ആയിട്ടാണ് അതിൻ്റെ. അപ്പം ഗൈസ് ഞങ്ങളുടെ ഒരു കാര്യം മറച്ചു വെച്ചു, ഞമ്മക്ക് മദ്രസയിലും കണ്ണട സ്റ്റീലുണ്ടായിരുന്നു. അപ്പം ഞാനൊന്ന് വെറുതെ പോയതാണ്. എന്തായാലും ചിലപ്പോൾ നോക്കി വെക്കാം, ചിലപ്പോൾ